നമസ്കാരം. ബുധനാഴ്ച പാർലമെന്റിൽ ഉണ്ടായ പുകയാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം പ്രയോഗിക്കുമ്പോൾ മുൻപ് പാർലമെന്റിൽ ഉണ്ടായിട്ടുള്ള 40ഓളം സുരക്ഷാ വീഴ്ചകളുടെ ചരിത്രം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഒരു പ്രാവശ്യം തോക്ക് വരെ പാർലമെന്റിനുള്ളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് അമിത്ഷാ പറയുന്നത്. ലഘുലേഖകൾ എറിയുക, മുദ്രാവാക്യം വിളിക്കുക, പിസ്റ്റൾ എത്തിക്കുക, സഭാ തലത്തിലേക്ക് ചാടുക തുടങ്ങി 40ഓളം സുരക്ഷാ വീഴ്ചകൾ ഇതിനു മുൻപും പാർലമെന്റിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും അതത് ലോക്സഭാ സ്പീക്കർമാർ ആ വിഷയം പരിഗണിച്ച് പ്രത്യേക സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്തുകയാണ് പതിവ് എന്നുകൂടി ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ട്. സുരക്ഷയിൽ വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ച അമിത്ഷാ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഉന്നതതല സമിതി സുരക്ഷാ വീഴ്ചയുടെ കാരണം അന്വേഷിച്ച് സുരക്ഷ ശക്തിപ്പെടുത്താനുള്ള എല്ലാ നിർദ്ദേശങ്ങളും 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ തന്നെ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ടായി സമർപ്പിക്കുമെന്നും കൂടി ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇത് BJPക്കെതിരെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി പ്രയോഗിക്കാൻ നോക്കിയിരുന്ന പ്രതിപക്ഷത്തിന് കിട്ടിയ മറുപടിയാണ്. ഇതാദ്യമായല്ല, മുൻപും ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ പ്രത്യേകിച്ചും പാർലമെന്റിനുള്ളിൽ പിസ്റ്റൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇതൊക്കെ മറന്നുകൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ ബഹളം വെക്കുന്നത്. ഒന്നിച്ചു നിന്നുകൊണ്ട് സുരക്ഷാ വീഴ്ചയെ പറ്റി കൃത്യമായ അന്വേഷണം നടത്തുകയും അതിൽ സഹകരിക്കുകയും ചെയ്യേണ്ടതിന് പകരം ഇതിൽ രാഷ്ട്രീയം കളിക്കുന്ന പ്രതിപക്ഷത്തിന് കിട്ടിയിരിക്കുന്ന ഒരു മറുപടി കൂടിയാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്നുള്ള ഈ ഓർമ്മിപ്പിക്കൽ. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.